അമിതമായ റെഡ് മീറ്റ് എന്തിന്റെ പേരിൽ ആര് കഴിച്ചാലും ഇപ്പൊ പെട്ടെന്ന് 100 കിലോ ഉള്ള ആള് കുറഞ്ഞ് 70 കിലോയിലേക്ക് വന്നോ, പെട്ടെന്ന് ഷുഗർ ഡിസപ്പിയർ ആയി. അന്ന് അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന 4 പേരിൽ 3 പേർക്കും ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടെന്നുള്ളതാണ്. ഹലോ, ഡോക്ടർ അബ്ദുസ്സലാം ഉമർ വിത്ത്. എന്തൊക്കെ വിശേഷം? ദുബായിലാണ്. നമ്മളെ ബിസിനസ് കോച്ചിങ് ക്ലബിന്റെ മെമ്പേഴ്സിന് ഓരോരുത്തരെയായിട്ട് മീറ്റ് ചെയ്യാനും അവിടെ 2026 ഗോൾസ് ഒന്ന് ചർച്ച ചെയ്യാനും വേണ്ടിയിട്ട് വന്നതായിരുന്നു. തിരിച്ചു പോവാണ്. ഒരു അനുഭവം പങ്കുവെക്കാനുള്ളത്, കഴിഞ്ഞ ബിസിനസ് ഇമ്മർഷനില് ഞങ്ങള് ഓരോ കമ്പനിയുടെ ഇങ്ങനെ 10 വർഷത്തേക്കുള്ള വിഷൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കമ്പനി ഏകദേശം GCCയിൽ 30ഓളം ഔട്ട്ലെറ്റ് ഉള്ള ഒരു റീറ്റെയിൽ ചെയിനിന്റെ, അതായത് FMCG സെഗ്മെന്റിലുള്ള റീറ്റെയിൽ ചെയിനിന്റെ ഓണർ, അദ്ദേഹം 100 ഔട്ട്ലെറ്റിലേക്കുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏകദേശം അടുത്ത 10 വർഷം കൊണ്ട് 350 കോടിയോളം പുതിയ ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട് GCC. അപ്പൊ നമ്മൾ പൊതുവെ പറയും, നമ്മളെ തടി കണ്ടിട്ടാണല്ലേ കാശൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ ഇൻവെസ്റ്റേഴ്സും ഉണ്ടാവും, നാട്ടുകാരുടെ ക്യാഷും ആയിരിക്കും. അപ്പൊ അത് ക്യാപിറ്റൽ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമുക്ക് ആരോഗ്യമുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതിന്റെ ഭാഗമായിട്ട് നമുക്കൊരു ഹെൽത്ത് ടെസ്റ്റ് ചെയ്യണം എന്നുള്ള ഇത് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. പിന്നെ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു കോംപ്രിഹെൻസീവ് ഹെൽത്ത് ചെക്കപ്പിന് പോയി. അപ്പൊ ആ പോയത് അദ്ദേഹത്തിനാണെങ്കിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല, എന്തിനു പറയാം, ഒരു സിംറ്റംസും ഇല്ല. പക്ഷെ ഹെൽത്ത് ചെക്കപ്പ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹത്തിന്റെ 3 ആർട്ടറിയിൽ ബ്ലോക്ക് ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയി. ഫസ്റ്റ് സർജറി കഴിഞ്ഞു, അത് ഓപ്പൺ ചെയ്തു. രണ്ടാമത്തെ സർജറി, അങ്ങനെ ഏകദേശം 2 റൗണ്ട് അല്ലെങ്കിൽ 3 റൗണ്ട് ഓഫ് സർജറിയിലൂടെയാണ് ഇതൊക്കെ റെഡിയാക്കി എടുത്തത്. അപ്പോൾ അദ്ദേഹം ആ ഒരു റിക്കവറി 2 മാസക്കാലത്തോളം ഹോസ്പിറ്റലും വീടും ഒക്കെ ആയിട്ട് അങ്ങനെ പോയി. റിക്കവറി കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹം ഇങ്ങനെ കുറെ ആളുകൾക്ക് വിളിക്കുന്നത് കണ്ടു. എടാ, ഇനിയും കീറ്റോ ചെയ്തിട്ടില്ലാനോ. അതായത് ഒരു 6 വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു കീറ്റോയുടെ ഒരു ട്രെൻഡ് വന്നത്, 6-8 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ട് ഇവര് നന്നായിട്ട് ഇറച്ചി അടിച്ച് കാച്ചിട്ടുണ്ടായിരുന്നു. ഉണ്ടല്ലോ, നമ്മളതിനെ RCHF എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. RCHF അതായത് അൺസയന്റിഫിക് ആയിട്ട് റോങ് ഡയറക്ഷനിൽ ഒരുപാട് മീറ്റ് അടിച്ചു കയറ്റുകയും കാർബോഹൈഡ്രേറ്റ് തീരെ കഴിക്കാതിരിക്കുകയും, അപ്പൊ പെട്ടെന്ന് 100 കിലോ ഉള്ള ആള് കുറഞ്ഞ് 70 കിലോയിലേക്ക് വന്നു, പെട്ടെന്ന് ഷുഗർ ഡിസപ്പിയർ ആയി. അപ്പൊ പെട്ടെന്ന് നമ്മൾ റിസൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ തടി കുറയുന്നുണ്ട്, ഷുഗർ ഡിസപ്പിയർ ആകുന്നുണ്ട്. അടിപൊളി റിസൾട്ടാണ്, സെറ്റപ്പാണ്. നമ്മള് നല്ല പ്രായത്തിൽ തട്ടിപ്പോകുമ്പോൾ കാണാൻ നല്ല ചുറുക്കുണ്ടാവും. അതാണ് ഈ RCHFന്റെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞിരുന്നു. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം എല്ലാവരെയും വിളിച്ചിങ്ങനെ പറയുന്നുണ്ട്, എടോ ഇനി ഒന്ന് ചെക്ക് ചെയ്താലോ കേട്ടോ, നിന്റെ ഹാർട്ട് ഒന്ന് ചെക്ക് ചെയ്താളാ, എന്റെ 3 ബ്ലോക്ക് ആയിട്ടുണ്ട്. അപ്പൊ ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ടുള്ള റിസൾട്ട് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന 4 പേരിൽ 3 പേർക്കും ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടെന്നുള്ളതാണ്. ഇതൊരു അലാമിംഗ് സൈൻ ആണ്. ഇപ്പം ഈ RCHF ചെയ്ത ആളുകൾക്കൊക്കെ ഹാർട്ട് അറ്റാക്കും ഉണ്ടാവുമെന്നല്ല, പക്ഷെ എവിടെയൊക്കെയോ അമിതമായ റെഡ് മീറ്റ് എന്തിന്റെ പേരിൽ ആര് കഴിച്ചാലും അവരിൽ കൊളസ്ട്രോളിന്റെ അളവ് കൂടുമെന്നും ഒരുപക്ഷെ അവർക്ക് ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് പോലെയുള്ള അസുഖങ്ങൾ വരുമെന്നുള്ളതിന്റെ ഒരു സൂചനയാണ് ഒരുപക്ഷെ ഈ ഒരു ഇൻസിഡന്റ്.